ഗൾഫ് മലയാളി.comന്റെ GM ടെക് ബിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം SEO അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇൻ്റർനെറ്റുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പേഴ്സണലായും പ്രൊഫഷണൽ യൂസിനും കമ്പനികൾക്കും എല്ലാവരും വെബ്സൈറ്റ് വളരെയേറെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ വെബ്സൈറ്റ് എത്രത്തോളം ആളുകൾ കാണുന്നുണ്ട്, എത്രത്തോളം ആളുകളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർനെറ്റിലൂടെ ഓരോ വിവരങ്ങളും ഷെയർ ചെയ്യപ്പെടുക. അതേസമയം എങ്ങനെയാണ് ആളുകളിലേക്ക് നമ്മുടെ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിപ്പെടുക എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, ബില്യൺ കണക്കിന് സെർച്ച് ആണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് തുടക്കക്കാർ മുതൽ പരിചയസമ്പന്നർ വരെയുള്ളവർക്ക് ആവശ്യമായ ചില ടിപ്സുകൾ നൽകിക്കൊണ്ട് അവരുടെ കമ്പനി വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ വെബ്സൈറ്റ് എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ, ചില ടിപ്സുകൾ ആണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായി എന്താണ് സെർച്ച് എഞ്ചിൻ എന്ന് നാം അറിയേണ്ടതുണ്ട്. ഇൻ്റർനെറ്റിൽ പരന്നു കിടക്കുന്ന കോടാനുകോടി വെബ്സൈറ്റുകളിലൂടെ നമുക്കാവശ്യമായ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ, MSN, യാഹൂ തുടങ്ങിയ നിരവധി സെർച്ച് എഞ്ചിനുകൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും ടോപ്പായി നിലകൊള്ളുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഗൂഗിളാണ്. ഈ ഗൂഗിളിൽ അല്ലെങ്കിൽ മറ്റു സെർച്ച് എഞ്ചിനുകളിൽ നമ്മുടെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സേവനം, നമ്മുടെ ഒരു വ്യക്തി എന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഒന്നാമത്തെ പേജിൽ എത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എത്തിക്കുക എന്നുള്ളതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് എഞ്ചിനിൽ ഒന്നാമത്തെ പേജിൽ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി നാം പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിലവിലുള്ള SEO നമുക്ക് മൂന്നായി തരംതിരിക്കാം. വൈറ്റ് ഹാറ്റ് SEO, ബ്ലാക്ക് ഹാറ്റ് SEO, ഗ്രേ ഹാറ്റ് SEO. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് സെർച്ച് എഞ്ചിൻ ചെയ്യുന്ന ധർമ്മം എന്ന് നമുക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന് നമുക്ക് പ്രമുഖ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ ഒന്ന് പരിശോധിക്കാം. ഞാനിവിടെ പ്രമുഖ സെർച്ച് എഞ്ചിനായ google.com ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ സെർച്ച് ചെയ്യുവാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സും മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇനി നമുക്കാവശ്യമുള്ള, നമ്മൾ ആലോചിക്കുന്ന ലോകത്തുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും ഇതിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രേസ് അല്ലെങ്കിൽ വേർഡ്, ഇതിനെയാണ് കീവേഡ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ എന്താണ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഉടനടി നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗതയനുസരിച്ച് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് ഖത്തറിൽ എത്ര കമ്പനികളാണ് സ്കൂൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് എനിക്കറിയേണ്ടത്. അതിനു വേണ്ടി ഞാൻ സ്കൂൾ ഫോട്ടോഗ്രാഫി കമ്പനീസ് ഇൻ ഖത്തർ എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നോക്കൂ, ഈ വിവരങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും വിവരങ്ങൾ. ഇതിൽ ഒന്നാമതായി കാണുന്നത് alraza.com എന്നുള്ളത് എൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റാണ്. ഞങ്ങൾ SEO ചെയ്ത് ഇതിനെ ഏറ്റവും മുകളിലേക്ക് എത്തിച്ചതാണ്. ഇതുപോലെ നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻ ആളുകൾ ആവശ്യമുള്ള രീതിയിൽ എന്താണോ സെർച്ച് ചെയ്യുക അതിനുള്ള കീവേഡുകൾ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ വെബ് ബ്രൗസറിലൂടെ ഖത്തറിലുള്ള നിരവധി പ്രമുഖരായ, ഞങ്ങൾക്ക് ഗൂഗിൾ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത് ഞങ്ങൾ ചെയ്ത SEO വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് എങ്ങനെ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള വിവരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ആഴ്ചയിലും ചെറിയ ടിപ്സുകൾ നൽകിക്കൊണ്ട്
SEO ചെയ്ത് നിങ്ങളുടെ കമ്പനി വെബ്സൈറ്റുകളെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിന് വേണ്ടുന്ന ഇൻഫർമേഷൻ ഓരോ ആഴ്ചയിലും നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് തുടക്കമെന്നുള്ള രീതിയിൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രധാനമായി എല്ലാ സെർച്ച് എഞ്ചിനുകളും പ്രധാനമായി എടുക്കുന്നത് നമ്മുടെ വെബ്സൈറ്റുകളിലുള്ള ഓരോ വെബ് പേജുകളുടെയും ടൈറ്റിൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. നാം അതിനെ മെറ്റാ ടൈറ്റിൽ എന്ന് വിളിക്കുന്നു. ഇതിൽ മെറ്റാ ടൈറ്റിൽ നാം ഒന്നോ രണ്ടോ സെൻറ്റൻസുകളിൽ വളരെ കൃത്യമായ രീതിയിൽ നാം അഡ്രസ്സ് ചെയ്യുക. നമ്മുടെ ആ പേജ് എന്തിനു വേണ്ടി ആണ് ഉള്ളത് എന്നത് കൃത്യമായി മെൻഷൻ ചെയ്യുക. അതുപോലെ ഒരു 2-3 ലൈൻസിൽ ചേർക്കാവുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ചിൻ്റെ റിസൾട്ടിൽ ഒന്നാമതായി URL-ഉം താഴെ കൊടുക്കുന്ന 2-3 ലൈൻസിലായിട്ട് കാണുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചുകൊണ്ടാണ് നമ്മുടെ വിസിറ്റർ നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നാം വളരെ പ്രധാനമായോ അല്ലെങ്കിൽ നാം വളരെ കൃത്യമായ രീതിയിൽ ഇത് ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കുന്നത് വഴി നമ്മുടെ സൈറ്റ് ടോപ്പ് റാങ്കിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയും കൂടുതൽ ഇൻഫർമേഷനുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് വീണ്ടും അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡ് വരുമ്പോൾ അത് നിങ്ങളിലേക്ക് അത് എത്തിച്ചേരാൻ സഹായിക്കും. SEOയുടെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. Zakariya Salahudheen, gulfmalayali.com, Doha, Qatar.